Hello, welcome back. നമ്മൾ നോക്കാൻ പോകുന്ന MT യുടെ ഒരു സ്റ്റാർട്ടിംഗ് സീരീസ് ആണ് 5250 പ്രൈസ് റേഞ്ച് വരുന്നത്. നേരത്തെ ഉണ്ടായിരുന്ന നമുക്ക് MT യുടെ സ്റ്റിംഗർ എന്ന് പറഞ്ഞ മോഡലാണ്. അതിപ്പോൾ ഡിസ്കണ്ടിന്യൂ ചെയ്തു. ഇപ്പോൾ അതിൻ്റെ തന്നെ കുറേ ഗ്രാഫിക്സുകൾ നമുക്ക് ഇപ്പോൾ ഈ ഒരു മോഡലിലും വരുന്നുണ്ട്. പിന്നെ പുതിയ ഗ്രാഫിക്സുകളും വരുന്നുണ്ട്. ഇതിനകത്ത് മോഡലിൻ്റെ പേര് വരുന്നത് MT ഹമ്മർ എന്നാണ്. കുറേ പേർക്ക് അറിയായിരിക്കും, എല്ലാ ഒരുമാതിരിപ്പെട്ടവർക്കൊക്കെ അറിയായിരിക്കും ആ മോഡൽ. അപ്പോൾ അതിൻ്റെ ബേസിക്കുള്ള ഫീച്ചേഴ്സും അതിൻ്റെ സ്പെക്കൊക്കെ നമ്മൾ പറയാൻ പോകുന്നത്. ഇതാണ് ഒരു ഹെൽമെറ്റ് വരുന്നത്. ഇതിനകത്ത് വരുമ്പോഴത്തേക്കും നമുക്ക് ഇങ്ങനെയാണ് ഒരു റൗണ്ട് ഷെൽ ഡിസൈനിലായിട്ട് തോന്നും. ബട്ട് നമുക്കിതിന് സ്പോയിലേഴ്സ് അറ്റാച്ച് ചെയ്യാൻ പറ്റും. അവർ ഇൻബിൽഡ് തന്നെ അവർ അതിൻ്റെ ഒപ്പം ഈ 5250 പ്രൈസ് റേഞ്ച്, ആ പ്രൈസ് റേഞ്ച് തന്നെ അവർ ഈ ഒരു സ്പോയിലർ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. അത് നമുക്ക് ഈ ഒരു ബാക്കിൽ ഈ രണ്ട് ക്ലിപ്പ്, ഈ ഒരു ലോക്സ് അഴിച്ച് കഴിഞ്ഞിട്ട് ഇത് വെക്കാൻ പറ്റും. ഇതിനകത്തൊരു ബെനിഫിറ്റ് എന്താണെന്ന് വെച്ചാൽ നമുക്ക് സ്പോയിലർ വെച്ചില്ലെങ്കിലും ഈ ഹെൽമെറ്റിൻ്റെ ബാക്ക് സൈഡിൽ ഈ ഒരു ക്ലിപ്സ് ഉള്ളതുകൊണ്ട് നമുക്കൊരിക്കലും ഹോൾസും കാര്യങ്ങളൊന്നും കാണില്ല. നമുക്ക് പക്കൊരു ഫിനിഷ്ഡ് പ്രോഡക്റ്റ് ആയിട്ട് തന്നെ ഇരിക്കുന്നുണ്ട് അത്. അപ്പോൾ ജസ്റ്റ് ഇത് ക്ലിപ്പിട്ട് നമുക്ക് റിമൂവ് ചെയ്യാം. എന്നിട്ട് ഈ ഒരു സ്പോയിലർ നമുക്ക് ഇതിലേക്ക് ഫിക്സ് ചെയ്യാൻ പറ്റും. അങ്ങനെ ഒരു ഓപ്ഷൻ അവർ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട് ഇതിനകത്ത്. പിന്നെ ഇതിൻ്റെ ഫീച്ചേഴ്സിലേക്ക് നമ്മൾ പറയാൻ നേരത്ത് സർട്ടിഫിക്കേഷൻ, സേഫ്റ്റി വൈസ് സർട്ടിഫിക്കേഷൻ നോക്കുമ്പോൾ 3 സർട്ടിഫിക്കേഷൻ ഉണ്ട്. EC.ISI അങ്ങനെ 3 സർട്ടിഫിക്കേഷൻ ഇതിൽ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. അപ്പോൾ ISI ഉള്ളതുകൊണ്ട് നമുക്കിപ്പോൾ സേഫായിട്ട് ഇവിടെ യൂസ് ചെയ്യുകയും ചെയ്യാം. ലൈക്ക് ഇപ്പോൾ ISI മാൻഡേറ്ററി ആക്കിക്കൊണ്ട് ഇത് യൂസ് ചെയ്യുന്ന പ്രോബ്ലം ഒന്നും വരുന്നില്ല. പിന്നെ വൈസേഴ്സിൻ്റെ കാര്യത്തിൽ വരാൻ നേരത്ത് നമുക്ക് സിംഗിൾ വൈസറാണ്. എന്നുവെച്ചാൽ MT യുടെ സ്റ്റാർട്ടിംഗ് സീരീസിലൊക്കെ ഓൾമോസ്റ്റ് സിംഗിൾ വൈസേഴ്സ് തന്നെയാണ് വരുന്നത്. സിംഗിൾ വൈസറാണ് വരുന്നത്. പിന്നെ മെയിൻ വൈസർ സ്ക്രാച്ച് ടെസ്റ്റാണ്. നമുക്ക് പിൻ ലോക്ക്, ആൻറ്റി ഫോഗ് സെപ്പറേറ്റ് അറ്റാച്ച് ചെയ്യാനുള്ള ഓപ്ഷൻ അവർ അതിൽ തന്നെ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. പിന്നെ അതിൽ എൻ്റെ ഫോമിങ്ങിലേക്ക് വരാൻ നേരത്ത് ഹൈപ്പർ അലർജിക് ഫോമിംഗ് ആണ്. പെട്ടെന്ന് അലർജി ഇഷ്യൂസും കാര്യങ്ങളൊന്നും ഒട്ടും ഒരു രീതിയിൽ ഉണ്ടാവില്ല. മാക്സിമം എയർ വെന്റിലേഷൻ അവർ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. അപ്പോൾ നമുക്ക് അധികം വേർക്കുന്ന ഇഷ്യൂസ് ഉണ്ടാവില്ല. പിന്നെ നല്ലോണം സ്വെറ്റ് ചെയ്യുന്ന ആൾക്കാരാണെങ്കിൽ പോലും ഹൈപ്പർ അലർജി ഫോമിംഗ് ആണ്. അപ്പോൾ സ്വെറ്റ് ആയാൽ പോലും പെട്ടെന്ന് അലർജി ഇഷ്യൂസും കാര്യങ്ങളൊന്നും ഉണ്ടാവില്ല. പിന്നെ ക്ലിപ്പ് ലോക്കിങ്സ് വരാൻ നേരത്ത് ലോക്കിംഗ് വരാൻ നേരത്ത് ക്ലിപ്പ് ലോക്കിങ്സ് ആണ്, മൈക്രോമാറ്റിക് ലോക്കിങ്സ് ആണ് വരുന്നത്. ഡബിൾ ഡീലിംഗ് അല്ല വരുന്നത് ഇതിനകത്ത്. പിന്നെ ഇതിൽ തന്നെ അവർ നമുക്ക് ബ്ലൂടൂത്ത് ഹെഡ്സെറ്റ് ഇൻബിൽഡായിട്ട് സെറ്റ് ചെയ്യാനുള്ള ഓപ്ഷൻസ് കൊടുത്തിട്ടുണ്ട്. ഇപ്പോൾ ലോങ് ട്രാവൽ ചെയ്യുന്നവരാണ്, അല്ലെങ്കിൽ ഡെയിലി കോൾസ് കൂടുതലാണ്, സെയിൽസിൽ വർക്ക് ചെയ്യുന്നവർ, അല്ലെങ്കിൽ മ്യൂസിക് കേൾക്കണം, അങ്ങനത്തെ ഒരു ഇതൊക്കെ ഉണ്ടെന്ന് നമുക്ക് ഇൻബിൽഡായിട്ട് ഇതിനുള്ളിലേക്ക് സെറ്റ് ചെയ്യാൻ പറ്റും. കാരണം മറ്റ് ഇയർബഡ്സ് കാര്യങ്ങളൊക്കെ നമുക്ക് ഹെൽമെറ്റ്സിൽ നോക്കുമ്പോൾ ഭയങ്കര ഒരു ഡിസ്കംഫർട്ട് ഉണ്ട്. കാരണം എന്ന് വെച്ചാൽ നമുക്ക് ഭയങ്കര പ്രസ്സായിട്ടിരിക്കുമ്പോൾ ഈ കോർണർ ചെവിയുടെ ഈ കോർണർ പെയിൻ നമുക്ക് പെയിൻഫുള്ളാവും. അപ്പോൾ ഇൻബിൽഡായിട്ട് സെറ്റ് ചെയ്യാനുള്ള ഒരു ഓപ്ഷൻ ഇതിൽ പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട് അവർ. പിന്നെ ഇതിനകത്ത് നമുക്ക് ഷെല്ല് മാനുഫാക്ചർ ചെയ്തിരിക്കുന്നത് പോളികാർബണേറ്റ് ഷെല്ലാണ് മാനുഫാക്ചർ ചെയ്തിരിക്കുന്നത്. പോളികാർബണേറ്റ് മെറ്റീരിയൽ വെച്ചാണ് ചെയ്തിരിക്കുന്നത്. അതുപോലെ തന്നെ വൈസറിലേക്ക് നോക്കാൻ നേരത്തെ നമുക്ക് സ്ക്രാച്ച് ടെസ്റ്റിനാണ് വൈസർ. പെട്ടെന്ന് സ്ക്രാച്ച് ഇഷ്യൂസും കാര്യങ്ങളൊന്നും ഉണ്ടാവില്ല. നമ്മൾ റഫ്യൂസ് ചെയ്യാനും വലിയ ഇഷ്യൂസ് ഒന്നും ഉണ്ടാവില്ല. പിന്നെ അതുപോലെ തന്നെ നമുക്ക് ബാക്കിൽ വെയിറ്റ് നോക്കാൻ നേരത്ത് 1450 grams ±50 grams ആണ്. ഓൾമോസ്റ്റ് ലൈറ്റ് വെയിറ്റ് നമുക്ക് പറയാം. എന്ന് വെച്ചാൽ ഇപ്പോൾ ഏത് നമ്മളെല്ലാവരും പറയാറുണ്ട്, ഏത് ഹെൽമെറ്റ് സീരീസ് ആണെങ്കിൽ പോലും 1400 to 1600 grams വരും വെയിറ്റ്. അത് ഏത് ഇമ്പോർട്ടഡ് ബ്രാൻഡ് ആയാലും ആ ഒരു വെയിറ്റ് കാറ്റഗറിയാണ് വരുന്നത്. പിന്നെ ഇപ്പോൾ കാർബൺ ഫൈബർ ആണെങ്കിൽ പോലും എങ്ങനെയൊക്കെ പോലും 1300 grams എന്തൊക്കെ വന്നാലും ഉണ്ടാവും. 1300 1350 grams എങ്ങനെയൊക്കെ വന്നാലും ഒരു കാർബൺ ഫൈബർ ഹെൽമെറ്റ്സ് നോർമൽ ഉണ്ടാവും. അപ്പോൾ ഇതൊരു 1450 grams ±50 grams വരുന്നുള്ളൂ. പിന്നെ അതുപോലെ തന്നെ നമുക്ക് ഈ സ്പോയിലറിൻ്റെ കാര്യം നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഇത് നമുക്ക് സെപ്പറേറ്റ് സ്പെയർ ആയിട്ടും അവൈലബിൾ ആണ്. ഇത് 250 rupees. ഇപ്പോൾ നമുക്കിത് പൊട്ടിപ്പോവോ അല്ലെങ്കിൽ എന്തെങ്കിലും ഡാമേജ് വന്നാൽ പോലും നമുക്ക് സെപ്പറേറ്റ് കിട്ടും. ഇതിന് പല കളേഴ്സ് ഉണ്ട്. നമുക്ക് ഏത് കളർ വേണമെങ്കിലും പർച്ചേസ് ചെയ്യാൻ പറ്റും. 250 rupees സെപ്പറേറ്റ് വരുന്നത്. അതുപോലെ തന്നെ ഇത് നമുക്ക് ചിൻ കർട്ടൻസ് വരുന്നുണ്ട്. ഇത് നമുക്ക് ഈസിലി റിമൂവബിൾ ആണ്. ആവശ്യമുണ്ടെങ്കിൽ നമുക്ക് റിമൂവ് ചെയ്ത് വെക്കാം. കാരണം വെച്ചാൽ നല്ലോണം താടിയൊക്കെ ഉള്ളവരാണ്, എന്ന് വെച്ചാൽ ബിയർഡ് അല്ല, അല്ലാണ്ട് നല്ലോണം ഒക്കെ ഉള്ളവരാണെന്നുണ്ടെങ്കിൽ ഇത് ചിലർക്ക് പറ്റാറില്ല. ലൈക്ക് ഭയങ്കര ടച്ച് ചെയ്യും, നമുക്ക് എടുക്കാനും വെക്കാനൊന്നും അത്ര ഈസി ആയിരിക്കില്ല. അപ്പോൾ അത് ഈസിലി റിമൂവ് ചെയ്യാൻ പറ്റും. നമുക്ക് റിമൂവബിൾ ആണ് ഈ മോഡൽ, ഈസി ആയിട്ട് റിമൂവ് ചെയ്യാൻ പറ്റും. ഇതൊക്കെയാണ് ബേസിക്കലി ഈ ഒരു മോഡലിലെ ഫീച്ചേഴ്സ് വരുന്നത്. ഇതിൻ്റെ തന്നെ കളേഴ്സും നമുക്ക് അവൈലബിൾ ആണ് കേട്ടോ. എന്ന് വെച്ചാൽ കളേഴ്സ് ഉദ്ദേശിച്ച പ്ലെയിൻ കളേഴ്സ് ഉണ്ട്. ഇത് ഫുൾ ബ്ലാക്ക് ആണ്. ഇതിൽ നമ്മളിപ്പോൾ സ്പോയിലർ അറ്റാച്ച് ചെയ്തിട്ടുണ്ട്. സ്പോയിലർ അറ്റാച്ച് ചെയ്യുമ്പോൾ എനിക്ക് തോന്നുന്നു നിങ്ങൾക്ക് അതിൻ്റെ ലുക്സ് കാണാൻ പറ്റും. സ്പോയിലർ അറ്റാച്ച് ചെയ്തതിൻ്റെ ഒരു ഡിഫറൻസ് മനസ്സിലാവും ഹെൽമെറ്റിൻ്റെ. അത്യാവശ്യം നമ്മൾ പോയിൻറ്റഡ് ഡിസൈൻ ആയി ഹെൽമെറ്റ്. ഇതിൻ്റെ തന്നെ കളേഴ്സ് എന്ന് വെച്ചാൽ പ്ലെയിൻ കളേഴ്സ്. ഇത് പ്ലെയിൻ ബ്ലാക്ക് ആണ്. ജസ്റ്റ് ഒരു റെഡ് ലൈൻ പോലെ സ്ട്രൈപ്സ് മാത്രമേ പോയിട്ടുള്ളൂ അതിനകത്ത്. ഇതിനകത്ത് തന്നെ കളേഴ്സ് ഉണ്ടെന്ന് പറയുമ്പോൾ നമുക്ക് ബ്ലൂ കളർ വരുന്നുണ്ട്, ഗ്രേ വരുന്നുണ്ട്, വൈറ്റ്, എന്ന് വെച്ചാൽ പ്ലെയിൻ കളേഴ്സാണ് പറഞ്ഞത്. അങ്ങനെ കളേഴ്സ് വരുന്നുണ്ട്. അപ്പോൾ അത്യാവശ്യം പ്ലെയിൻ കളേഴ്സ് ഇഷ്ടപ്പെടുന്നവരാണെങ്കിലും ഇപ്പോൾ ക്ലാസിക് സീരീസ് ബൈക്കുകളൊക്കെ എടുത്തിട്ട് പ്ലെയിൻ കളേഴ്സ് നോക്കിയെടുക്കുന്നവർക്കാണെങ്കിലും നല്ലൊരു കളർ സെഗ്മെൻറ്റ് ഇതിനകത്തുണ്ട്. ബ്ലൂ ആണെങ്കിലും വൈറ്റ് ഒക്കെ ആണെങ്കിലും അവൈലബിൾ ആണ്. ബാക്കിയുള്ള ഗ്രാഫിക്സിലും നമുക്ക് കുറേ ഗ്രാഫിക്സുകളുണ്ട്. അപ്പോൾ ജസ്റ്റ് ഇതൊന്ന് ചെക്ക് ചെയ്ത് നോക്കാം. നമ്മുടെ കലൂർ സ്റ്റോറിൽ അവൈലബിൾ ആണ്. അഡ്രസ്സ് വരുമ്പോഴത്തേക്കും മെട്രോപ്പിലാകുമ്പോൾ 585 കലൂർ ബസ് സ്റ്റാൻഡിൽ നിന്ന് എടപ്പള്ളിക്കുള്ള റൂട്ടിലാണ് വരുന്നത്. അപ്പോൾ ജസ്റ്റ് നമ്മൾ സ്റ്റോറും ചെക്ക് ചെയ്ത് നോക്കാം. കോൺടാക്ട് ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെ നമ്മൾ ഡിസ്ക്രിപ്ഷനിൽ ഇടണം. ജസ്റ്റ് ഒന്ന് ചെക്ക് ചെയ്യാം. താങ്ക് യു.